സമസ്തക്കെതിരെ ആരെല്ലാം വന്നോ അവരൊക്കെ ആദ്യത്തിൽ നല്ലൊരു തിളക്കമൊക്കെ ഉണ്ടാവും, പക്ഷേ പിന്നെ അവരെ കാണാൻ കഴിയില്ല. അതാണ് സമസ്തയുടെ എതിരാളികൾക്ക് എല്ലാ കാലവും സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ ഇപ്പോഴും തന്നെ നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്. സമസ്ത സത്യത്തിനൊപ്പേ നിൽക്കുള്ളൂ. സത്യത്തിന് വേണ്ടിയാണ് സമസ്ത. ആ സത്യത്തിനെ വളർത്താനാണ്, സത്യത്തിനെതിരെ വരുന്നവയെ പ്രതിരോധിക്കാനാണ് സമസ്ത. അതുകൊണ്ട് തന്നെ സമസ്തക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാവും, അത് ഉറപ്പാണ്. സത്യത്തിന് ശത്രുക്കളുണ്ടാവും, ഉറപ്പാണ്. പക്ഷേ ആ ശത്രുക്കൾ വിജയിക്കുകയില്ല. പിൽക്കാലം ആ സത്യം ആണ് അത്, പിന്നെ അതിൻ്റെ ആളുകളായിരുന്നു ശരി എന്ന് ഇവിടെ മനസ്സിലാക്കി തരും. ഇൻഷാ അല്ലാഹ് സമസ്തയുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഇന്ന് അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ തന്നെ എന്തൊക്കെയാണ് അവർ തെറ്റിദ്ധരിച്ചത് കൊണ്ടായിരിക്കാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെയും ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാർ അങ്ങനെയുള്ള മഹാന്മാരെയൊക്കെ മോശപ്പെടുത്തി അതുകൊണ്ട് സംസാരിക്കുകയും സമസ്തയുടെ പ്രവർത്തനങ്ങൾ തെറ്റായി അവർ മനസ്സിലാക്കുകയും ചെയ്തു. മാത്രമല്ല, ചില ആളുകൾ പറഞ്ഞ് ആ വാക്ക് ഞാൻ ഓർത്തു പോവുകയാണ്. അതായത് സമസ്തയുടെ ഡ്രൈവർ ശരിയല്ല എന്നൊരാൾ പറഞ്ഞു. ചില്ലറക്കാരനല്ല, പറഞ്ഞാൽ ചില്ലറക്കാരനല്ല, സമസ്തയുടെ ഡ്രൈവർ ശരിയല്ല എന്നാണ് പറഞ്ഞത്. ആരാ ഡ്രൈവർ? ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിരി മുത്തുക്കോയത്തങ്ങളും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആലിക്കുട്ടി മുസ്ലിയാരും അവരാണ് സമസ്തയുടെ ഡ്രൈവർമാർ. ആ ഡ്രൈവർമാർ ശരിയല്ല എന്നാണ് പറയുന്നത്. ഇത് ചില്ലറക്കാരല്ല. അത് പിടിച്ചുകൊണ്ട് അതിനൊപ്പം നിൽക്കാം അയാളുടെ അനുയായികളും ഉണ്ടാവും. പക്ഷെ അത് വിജയിക്കാൻ പോകുന്നില്ല വേറെക്കാരും. അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ സമസ്തയിൽ ശുദ്ധീകരണ ആവശ്യമാണ്. സമസ്തയിൽ ശുദ്ധീകരണ ആവശ്യമാണ്. എന്നിട്ട് നന്നാക്കിയാണ്ട് ഓരോ കയറ്റിയാൽ നല്ലവരൊക്കെ പുറത്താക്കിയാണ്ട് അശുദ്ധികളൊക്കെ അങ്ങോട്ട് കയറ്റിയാൽ ശുദ്ധീകരണം കഴിഞ്ഞു. ഇതാണ് അവരുടെ ആവശ്യമുള്ളത്. മറ്റൊന്ന് പറഞ്ഞത് സമസ്തയുടെ ശൈലി ഒന്ന് മാറണം എന്നാണ്. സമസ്തയുടെ ശൈലി ഒന്ന് മാറണം. ഇതൊക്കെ വലിയ വലിയ ആളുകളാണ്, വലിയ വലിയ ആളുകൾ എന്ന് വിചാരിക്കപ്പെടുന്നവരാണ് ഈ പറയുന്നത്. സമസ്തയുടെ ശൈലി എങ്ങനെ മനുഷ്യന്മാരെ മാറാൻ പോകുന്നത്? സമസ്ത എന്തിനാണ് ഇവിടെ ഉണ്ടായത്? ആ സമസ്ത ഉണ്ടായത് സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്താൻ വേണ്ടിയാണ്. സമസ്തയുടെ ലക്ഷ്യം, സമസ്തയുടെ ഭരണഘടന പരിശോധിക്കുക. അതിൻ്റെ ലക്ഷ്യം വിവരിക്കുന്നിടത്ത് ഒന്നും രണ്ടും കാര്യങ്ങൾ സുന്നത്ത് ജമാഅത്താണ്. ഒന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾക്കനുസരിച്ച് അല്ലാഹു തആലാന്റെ ദീനിനെ നിലനിർത്തലാണ്. രണ്ടാമത് ഇതിനെതിരെയുള്ള ആളുകളെ നിയമാനുസരണം തടയലാണ്. ഒന്ന് പ്രചരണമാണ്, ഒന്ന് പ്രതിരോധമാണ്. ഏതിൻ്റെ? സുന്നത്ത് ജമാഅത്തിൻ്റെ. എന്നിട്ട് അതിൻ്റെ ശൈലി മാറണമെന്നാണ്. പ്രചരണത്തിൻ്റെ ശൈലി മാറിയാണ്ട് സ്പീക്കർ ഒഴിവാക്കിയാണ്ട് വേറെ എന്തെങ്കിലും വെക്കുന്ന അതൊന്നല്ല അവരുടെ മനസ്സിലുള്ളത്. അവരൊരു ശൈലി ഇന്ന് സ്വീകരിച്ചിട്ടുണ്ട്, പറയാതിരിക്കാൻ നിർവാഹമില്ല. അതായത് മുജാഹിദിനെയും പറ്റും ജമാഅത്തിനെയും പറ്റും അവരുടെ പിന്നെ പുസ്തകങ്ങൾ ഉണ്ടാക്കാൻ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വലിയ നേതാക്കൾ കൊണ്ടുവരാം, അവരുടെ പരിപാടികളിൽ പങ്കെടുപ്പിക്കാം, അവരോട് ചങ്ങാത്തം വളർത്താം, അതുപോലെ മുജാഹിദീൻ കൂട്ടുപിടിക്കാം. എന്നിട്ട് അതിൽ നിന്നൊരു സങ്കര സ്വഭാവം അതാണ് ഇന്ന് അവർ സ്വീകരിച്ചു കൊണ്ടിരുന്നത്. അതാണ് അവരുടെ കുട്ടികളിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ശൈലി മാറ്റത്തിന് സമസ്ത ഒരിക്കലും തയ്യാറാവുകയില്ല എന്ന് പറയാനേ നമുക്ക് ഈ അവസരത്തിൽ കഴിയുള്ളൂ. അത് മനസ്സിൽ പൂതി വെച്ച് കിടന്നാൽ മതി. ഇത് സമസ്തയാണ്, ഇത് ഹക്കാണ്, ഹക്കിൻ്റെ അഹലുകാരുണ്ടാക്കിയതാ. അതുകൊണ്ട് ഈ ഹക്ക് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഇതിനുണ്ടാക്കിയതായിരിക്കുന്നു മഹാന്മാർ പറഞ്ഞത്. ഈ പതാക എന്ന് പറഞ്ഞാൽ അവിടെ കൊടി വെച്ചാണ്ടല്ല, പതാകക്ക് ഓരോ പതാകയും തന്നെ ഓരോ ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യും. ഈ പതാക എന്ന് പറഞ്ഞാൽ ഈ ആശയം അഹ്ലുസുന്നത്ത് വൽ ജമാഅ, സമസ്ത സ്വീകരിക്കുന്ന ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅ ഈ ആദർശത്തെ മഹാനായ മഹ്ദി ഇമാമിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും എന്നാണ് ആ കാലഘട്ടത്തിലെ മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കാലങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഓരോ കാലഘട്ടത്തിലും ആ പതാക കൈമാറി വന്നത് സുന്നത്ത് ജമാഅത്തിൽ 100% ഉറച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാ. അല്ലാത്തവർ അതിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ അത് പിന്തള്ളപ്പെടുകയോ അവരെ തട്ടിമാറ്റപ്പെടുകയോ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്.
ഈ നിലക്ക് ഇൻഷാ അല്ലാഹ് ഈ പ്രസ്ഥാനം അഹ്ലുസുന്നത്ത് വൽ ജമാ സമസ്തയുടെ ആശയം ഈ പതാക ഇൻഷാ അല്ലാഹ് മഹദി ഇമാമിലേക്ക് എത്തും. അതിനൊപ്പം നമ്മളെ കാലമാണിത്. നമ്മൾ പരമാവധി സഹായിക്കുക, പരമാവധി സഹകരിക്കുക. അതുപോലെ എതിർക്കുന്നവരെ പരമാവധി നമ്മൾ പ്രതിരോധിക്കുക. എന്നാൽ കുഴപ്പമുണ്ടാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കുഴപ്പമുണ്ടാക്കുന്നവർ വേറെയാണ് പള്ളിയിൽ നിന്ന് ഉസ്താദുമാരെ പിരിച്ചുവിടാനും മദ്രസയിൽ നിന്ന് പിരിച്ചുവിടാനും കോളേജിൽ നിന്ന് പിരിച്ചുവിടാനൊക്കെ നടക്കുന്ന ചില ആളുകളുണ്ട്. നമ്മളതിൻ്റെ ആളുകളല്ല. അതൊന്നും ശരിയല്ല എന്ന് പിൽക്കാലം അവർക്ക് തെളിയിച്ചു കൊടുക്കും. അള്ളാഹു തൗഫീക്ക് നൽകും ആറാവട്ടെ. ഇന്നൊക്കെ കുട്ടികൾ പിന്നെ കുറച്ച് പഠിച്ചാണ്ട് ഒരു SSLC കഴിഞ്ഞ് പിന്നെ കുറച്ച് ദീനും പഠിച്ച് പിന്നെ അതിൻ്റെ ശേഷം കുറേ ഡിഗ്രി എടുക്കുമ്പോൾ പിന്നെ അങ്ങനത്തെ ചില വിദ്യാർത്ഥികളുണ്ട്. ആരും ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല. ആ വിദ്യാർത്ഥികളുടെ വിചാരം എന്താണെന്ന്, ആ വിദ്യാർത്ഥികളാണ് ഇന്ന് ഏറ്റവും ഉയർന്നവർ. അവരെ കവച്ചു വെക്കാൻ ആർക്കും കഴിയില്ല. ആ ഒരു വിചാരം, ഒരു ചിന്ത വന്നുപെട്ടു പോയതാണ് ഈ കാലഘട്ടത്തിൽ നാം ഏറ്റവും അനുഭവിക്കുന്ന അനർത്ഥമെന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല. അവർ വിചാരിക്കുന്നത് നമ്മൾ പണ്ടുള്ള ഉസ്താദുമാരൊക്കെ ഓരോ കിതാബുകളൊക്കെ നമ്മൾ ഓതി. അതാണ് അവരുടെ മനസ്സ്. പണ്ട് ഉസ്താദുമാരെ ഓതിയ കിതാബുകൾ ഒക്കെ നമ്മൾ ഓതി. അതിൻ്റെ പുറമെ നമുക്ക് ഇംഗ്ലീഷ് അറിയും, നമുക്ക് ഹിന്ദി അറിയും, നമുക്ക് ഉറുദു അറിയും. അങ്ങനെ ഒരുപാട് ഭാഷകൾ നമുക്കറിയും. നമ്മൾ ലോകത്തെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട്. ഈ പഠനമൊന്നും നമ്മുടെ കഴിഞ്ഞ കാല ഈ അല്ലാഹു തആലയുടെ ഈ ദീനിനെ ഇവിടേക്ക് എത്തിച്ചു തന്ന കഴിഞ്ഞ കാല മഹത്തുക്കൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ തന്നെയാണ് ഉയർന്നവർ എന്നുള്ളൊരു വിചാരം ആ പാവങ്ങൾക്ക് വന്നുപോയി എന്നുള്ളത് ഇന്ന് ഈ കാലഘട്ടത്തിന് വന്ന ഏറ്റവും വിഷമകരമായ ഒരനർത്ഥമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സമസ്ത രൂപീകരിച്ച കാലഘട്ടത്തിലുള്ള ആ മഹാപണ്ഡിതന്മാരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവർ ചരിത്രം വായിക്കണം, അവരത് മനസ്സിലാക്കണം. അവർ ബഹുഭാഷാ പണ്ഡിതന്മാരായിരുന്നു. അവർ ആ കാലഘട്ടത്തിൽ ഏറ്റവും ലോകം തിരിയുന്ന മഹാന്മാരായിരുന്നു. അവർ ഓരോരുത്തരും എടുത്ത് പരിശോധിച്ചാൽ അവർക്ക് അറബി, മലയാളം, ഇംഗ്ലീഷ്, ഉറുദു, ഫാർസി അതുപോലെയുള്ള ഒട്ടേറെ ഭാഷകൾ അറിയുന്നു. അതുപോലെ തന്നെ ഒട്ടേറെ വിദ്യകളും അവർക്കറിയുന്നു. ആ അടിസ്ഥാനത്തിലാണ് ഈ ഇതൊക്കെ കെട്ടിപ്പടുത്തിട്ടുള്ളത്. അത്തരം ആളുകളാണ് അതിൻ്റെ പ്രസിഡന്റുമാർ. മാത്രമല്ല ഇംഗ്ലീഷുകാരന് അറബി പറഞ്ഞു വിവർത്തനം ചെയ്തു കൊടുത്തത് ഈ മഹത്തായ സമസ്തയുടെ പ്രസിഡൻ്റായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. ഒരു ഭാഷയിൽ മാത്രമല്ല അദ്ദേഹത്തിനുള്ള കഴിവ്. അങ്ങനെ അതിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജിയാദിത്തില്ല അവരൊക്കെ എടുത്ത് അവരുടെ ചരിത്രം നിങ്ങൾ വായിക്കണം. പിൽക്കാലത്ത് അവരെ തുടർന്നു വന്ന സമസ്തയുടെ നേതാക്കൾ, അതിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറിമാർ, അതുപോലെ അതിൻ്റെ പ്രവർത്തകന്മാർ, അവരുടെയൊക്കെ വിദ്യാഭ്യാസം എത്രമാത്രമായിരുന്നുവെന്നും ഏതെല്ലാം ഭാഷകളിൽ അവർക്ക് കഴിവുണ്ടായിരുന്നു എന്നും അതോടൊപ്പം അവർക്ക് അല്ലാഹു തആലാന്റെ വലിയകളായിരുന്നുവെന്നും നിങ്ങൾ ചരിത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് ഈ 100ാം വാർഷികത്തോടുകൂടെ കുറേ പുസ്തകങ്ങൾ 100 പുസ്തകങ്ങൾ നമ്മൾ പുറത്തിറക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിൽ അത്തരം ചരിത്രങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ 30 പുസ്തകങ്ങൾ ഇറക്കിക്കഴിഞ്ഞു. അതുപോലെ തന്നെ വലിയ ഒരു സുവനീർ ആധികാരികമായി ഇത്തരം സംഭവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് സമസ്തയുടെ 1ാം തീയതി മുതൽ ഇത് ഇറങ്ങുന്ന ഈ കാലഘട്ടം വരെയുള്ള സമസ്തയുടെ ചരിത്രങ്ങൾ വിശദമായി പ്രതിപാദിച്ചുകൊണ്ടുള്ള അതിമനോഹരവും ആധികാരികവുമായ വലിയ ഒരു സുവനീർ 1000 പേജിൽ നിന്നാണ് പറയുന്നത്. ഇപ്പം അവിടെ നിൽക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു സുവനീർ ഇറങ്ങാൻ പോകുന്നുണ്ട്. അതൊക്കെ വരുമ്പോൾ എല്ലാവരും വായിക്കണം. സമസ്ത എന്താണെന്ന് അപ്പം നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒക്കെ ഒന്നും ആർക്കും ഒരു സംശയമില്ല. എന്നാൽ സംശയമുള്ള ആളുകൾക്ക് ആ സംശയം തീരാൻ പറ്റുന്നതാണ് ഇൻഷാ അല്ലാഹ് ആ സോവനീറുകളും സമസ്തയുടെ പ്രവർത്തനങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും
അതിൻ്റെ പ്രവർത്തനങ്ങളെ വളർത്തി തരുമാറാവട്ടെ. അതിൻ്റെ പദ്ധതികൾ, ഒരുപാട് പദ്ധതികൾ ഈ 100-ാം വാർഷികത്തോട് അനുബന്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സമസ്തയുടെ വാർഷിക സമ്മേളനം, അത് കഴിഞ്ഞ വാർഷിക സമ്മേളനങ്ങളൊക്കെ പരിശോധിച്ച് നോക്കൂ. വെറുതെ ഒരു യോഗം കൂടി പിരിയുന്ന സ്വഭാവമല്ല സമസ്തയുടെ പ്രവർത്തനന്മാർക്ക്. ഓരോ സമ്മേളനങ്ങളും നടക്കുമ്പോൾ ഒട്ടേറെ പദ്ധതികൾ ജനങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കും. ആ സമർപ്പിച്ച ആ പദ്ധതികളൊക്കെ ഓരോന്നായിക്കൊണ്ട് നടപ്പിലാക്കും. ഇന്ന് സമസ്തകളുടെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്, നിങ്ങൾ നേരത്തെ കേട്ടതുപോലെ 1951 വിദ്യാഭ്യാസ ബോർഡ് പ്രഖ്യാപിച്ചതാണ്. ആദ്യം 10 മദ്രസയാണ് ആദ്യം അംഗീകാരം വന്നത്. പിന്നീടുള്ള അംഗീകാരം ഇന്ന് എത്രയായി? ഇന്ന് സമസ്തയുടെ അംഗീകാരമുള്ള മദ്രസകൾ 11,000-ൽ പരം വന്നു. അത് സമസ്തയുടെ ഒരു വാർഷിക മഹാസമ്മേളനത്തിൻ്റെ പദ്ധതിയായിരുന്നു. മറ്റൊരു വാർഷിക സമ്മേളനത്തിൻ്റെ മഹത്തായ ഒരു പദ്ധതിയാണ് ഇന്ന് നമ്മളെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, നമ്മുടെ മുഅല്ലിം സംഘടന. അങ്ങനെ ഓരോന്നും അതുപോലെ തന്നെ ഓരോ വാർഷിക സമ്മേളനത്തിൻ്റെ അവശേഷിപ്പുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ മദ്രസകളിലൊക്കെ ഇന്ന് കുട്ടികൾക്കൊരു സംഘടന ഉണ്ടല്ലേ, നമ്മളെ മദ്രസയിലെ കുട്ടികൾക്ക് SBV എന്നാണ് നമ്മൾ പറയുന്നത്, സുന്നി ബാലവേദി. അത് സമസ്തയുടെ 1993 ചേളാരി വെച്ച് നടന്ന മഹാസമ്മേളനം, ആ സമ്മേളനത്തിൻ്റെ ബാക്കി പത്രമാണ്. ഇങ്ങനെ സാധാരണ എല്ലാവരും സമ്മേളനം നടത്തി പിരിയുന്നത് പോലെ ഒരാൾക്കൂട്ടുണ്ടായി പിരിയലല്ല സമസ്തയുടെ സാധാരണ വാർഷിക സമ്മേളനങ്ങൾ. ഇതനുസരിച്ച് തന്നെ ഒട്ടേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഇതിൻ്റെ ചർച്ച ഇന്ന് തുടങ്ങിയെന്നോ, ഇന്നും നിലയും തുടങ്ങിയതല്ല. എന്താണ് നമ്മൾ ഈ വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് വർഷങ്ങളായി അത് ചർച്ച ചെയ്ത് വരികയാണ്. ആ ചർച്ച ചെയ്ത് വന്ന് അതിൻ്റെ ഭാഗമാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ സനായിയ എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടല്ലോ. ആ പദ്ധതിയൊക്കെ ഈ സമസ്തയുടെ വാർഷികത്തോടനുബന്ധിച്ച് ചിന്തിച്ചത്. പക്ഷെ അത് നമ്മൾ വാർഷികത്തിൻ്റെ ശേഷം നടപ്പാക്കാൻ ഉദ്ദേശിച്ചത് ചില പ്രത്യേക സാഹചര്യത്തിൽ, അതായത് വഫിയ എൻ്റെ ആ പ്രശ്നം വന്നപ്പോൾ നമുക്കത് അവതരിപ്പിക്കുകയല്ലാതെ നിർവാഹമില്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് അത് തുടങ്ങിക്കഴിഞ്ഞതാണ്. വാസ്തവത്തിൽ അതൊക്കെ ഈ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മഹാന്മാരായ നേതാക്കൾ ചിന്തിച്ചുണ്ടാക്കിയതാണ്. ഇനി അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ ശേഷം പ്രസംഗകരുണ്ട്, അവരതൊക്കെ മനസ്സിലാക്കിത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്തയുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അതിൻ്റെ എല്ലാ സൽഫലങ്ങളും നമ്മുടെ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ ലഭ്യമാക്കിയതുപോലെ ഇനിയും ലഭ്യമാക്കി തരുമാറാവട്ടെ. നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയ മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ, ആ ഉസ്താദുമാർ ഇതൊക്കെ എങ്ങനെ നമ്മുടെ സമൂഹത്തിന് സമർപ്പിച്ചു, അവരൊക്കെ സഹിച്ച ത്യാഗങ്ങൾ നമ്മൾ മറക്കാൻ പാടില്ല. നമുക്ക് ഇന്ന് ഒരു സമ്മേളനം സംഘടിപ്പിക്കണമെങ്കിൽ ഒരു പ്രയാസമല്ല. ഇന്ന് സാധാരണ നമ്മുടെ യോഗങ്ങളൊക്കെ വിളിക്കൽ വാട്സപ്പിലൂടെയാണ്. ഒരു അമർത്തിയാൽ മതി, സ്വിച്ച് അമർത്തിയാൽ മതി, എല്ലായിടത്തേക്കും ആ സംഗതി എത്തി. അതുപോലെ തന്നെയാണ് ഇന്ന് മറ്റു സമ്മേളനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഒന്നുകിൽ അതിലേക്കൊന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പത്രത്തിലൊന്ന് കൊടുത്താൽ മതി, ലോകമാകെ അറിയും. അങ്ങനെ പങ്കെടുക്കേണ്ടവരൊക്കെ പങ്കെടുക്കും. പക്ഷേ ആ കാലഘട്ടത്തിൽ, ഏതാണ് ആ കാലഘട്ടം? 1926 മുതൽക്കുള്ള കാലഘട്ടം. അന്ന് കാര്യമായി പത്രങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല. 1-2 പത്രം ആരോ നടത്തുന്നുണ്ട്, അതിനെ വാങ്ങാൻ ആളും ഉണ്ടാവില്ല. കാരണം പത്രം വായിക്കുന്ന സ്വഭാവമൊന്നുമില്ല. വളരെ പരിഷ്കരിച്ച ആളുകളൊക്കെ അല്ലേ പത്രം വായിക്കുള്ളൂ. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് വലിയ വലിയ സമ്മേളനങ്ങൾ മഹാന്മാർ ഉണ്ടാക്കിയത് എങ്കിൽ അതെങ്ങനെ സാധിച്ചു എന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ പുറകോട്ട് ആലോചിക്കൽ ആവശ്യമാണ്. നമ്മളൊക്കെ ഒന്ന് കുറച്ച് പ്രവർത്തിക്കുമ്പോഴത്തേന് നമ്മളൊക്കെ വലിയ പ്രവർത്തകരാണ്, ഞാൻ കുഴങ്ങി എന്നുള്ളിടത്താണ് നമ്മളൊക്കെ നിൽക്കുന്നത്. എന്നാൽ അവർ സഹിച്ച ത്യാഗങ്ങൾ, അവർ പള്ളികളിലേക്ക് നമ്മുടെ മഹാന്മാരായ അന്നത്തെ ഉസ്താദുമാർ
കാൽനടയായാണ് അവരൊക്കെ പോയത്. കാരണം അന്ന് കാര്യമായ ബസ്സൊന്നുമില്ല, കാറില്ല, കാറുണ്ടായാൽ തന്നെ കൊണ്ടുപോകാൻ റോഡുമില്ല. ആ കാലഘട്ടത്തിലാണ് അവർ നടന്നു പോയിക്കൊണ്ട് ഈ മഹത്തായ സമ്മേളനങ്ങളിലേക്ക് ആളുകളെ ക്ഷണിച്ചത് എന്ന് ഓർക്കേണ്ടതുണ്ട്. അത് മുതൽക്ക് ഒരുപാട് വിഷമങ്ങൾ ആ വിഷയത്തിൽ തന്നെ അവർ സഹിച്ചു. അതിൻ്റെ പുറമെ ഈ ശത്രുക്കൾ എല്ലാ കാലത്തും ഉണ്ടല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശത്രുക്കളില്ലേ? ശത്രുക്കളുടെ ഇടയിൽ നിന്നല്ലേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രക്ഷോഭിതമായ വിധത്തിൽ ഉന്നതി പ്രാപിച്ച് നമ്മൾ കാണുന്നുണ്ട്. അല്ലാതെ പിന്നെ ആ വിരിച്ച കടക്കയിൽ കിടക്കലല്ല ആ കഴിഞ്ഞ കാല മഹാന്മാർ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് എന്തെല്ലാം വിഷമങ്ങൾ സഹിച്ചു എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന, ഞാൻ ചരിത്രം വായിക്കേണ്ടതില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കുക, മഹാനായ ഇന്നക ലമജ്നൂൻ എന്ന ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ ഭ്രാന്തനാണ് എന്നാണ്. നബിയെക്കുറിച്ച് ഭ്രാന്തനാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെയുള്ള ആക്ഷേപങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവർ ഉയർത്തിയത്. അത് കവികളുണ്ടായിരുന്നു, അവരും അതുപോലെ തന്നെ അബൂജഹലിനെ പോലെയുള്ളതായിരിക്കുന്ന പ്രമാണിമാരുണ്ടായിരുന്നു. അവരൊക്കെ ചെയ്തത് അങ്ങനെയാണ്. എന്നാൽ അതേ സ്വഭാവം സമസ്തയുടെ നേതാക്കൾക്കെതിരെ, മഹാനായ സയ്യിദുൽ ഉലമ ഇഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ആളുകൾ ആ അബൂജഹലിൻ്റെ അതുപോലെ തന്നെ അന്നത്തെ കവികളുടെ ആ മാതൃക സ്വീകരിക്കുന്ന ആളുകൾ എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഈ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മറക്കണ്ട. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ എന്തുമാത്രം മാനസികമായിട്ട് കേൾക്കുമ്പോൾ, പക്ഷേ അവർക്ക് അല്ലാഹു തആലയിൽ എല്ലാം തവക്കുലാക്കുന്നവരാണ്, എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നവരാണ്. നമ്മളൊക്കെയാണെന്ന് വെച്ചാൽ എന്താകുമെന്ന് പറയാൻ കഴിയില്ല. അത്രമാത്രം വളരെ മോശപ്പെട്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്ത പോലും ശത്രുക്കൾ മെനഞ്ഞുണ്ടാക്കുന്നു. പണ്ട് കാലങ്ങളിലൊക്കെ ഒന്നുകിൽ പത്രത്തിൽ കൊടുക്കുക, അല്ലെങ്കിൽ പ്രസംഗിക്കുക, അല്ലെങ്കിൽ ചോട്ടിൽ മന്ത്രിക്കുക, ഇതേ സഹോദരനായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് ഫേസ്ബുക്കും മറ്റൊരുപാട് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് ആരെയാണോ ഒതുക്കേണ്ടത്, ആരോടാണോ ഈറയുള്ളത്, അവരെ സംബന്ധിച്ച് ഇഷ്ടമുള്ളതൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടം. ഇവിടെ നമ്മളൊന്ന് വരക്കുമ്പോഴേക്ക്, അതിലൊന്ന് വരക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഒന്ന് പറയുമ്പോഴേക്ക് ലോകമാകെ എത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനിടയിലാണ് സമസ്തയുടെ നേതാക്കളെക്കുറിച്ച് അവർ ഒരിക്കലും ചിന്തിക്ക പോലും ചെയ്യാത്ത സംഗതികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം വിഷമകരമാണ്. അതിനൊന്നും നമ്മൾ അരു നിൽക്കാൻ പാടില്ല. അവർക്ക് നമുക്ക് സമാധാനമാണ് അവർക്ക് നൽകേണ്ടത് എന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. എല്ലാ കാലങ്ങളിലും സമസ്തയ്ക്ക് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും എതിർപ്പുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. എത്രമാത്രം എന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ ചില കാലങ്ങളിലൊക്കെ സമസ്തക്കെതിരെ വന്നില്ലേ, സമാന്തരം രൂപീകരിച്ചില്ലേ. സമസ്ത എടുത്ത തീരുമാനങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ സമസ്തക്കെതിരെ വരിക എന്നുള്ളത് കാലാകാലങ്ങളിലുള്ള സ്വഭാവമാണ്. നിങ്ങൾക്കറിയാലോ തബ്ലീഗ് ജമാഅത്ത്. ആ തബ്ലീഗ് ജമാഅത്ത് അതിനെ സംബന്ധിച്ച് സമസ്ത പഠിച്ചു. മഹാന്മാരായ പണ്ഡിതന്മാർ, അറബിയും ഉറുദും എല്ലാ ഭാഷകളും അറിയുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ അതേക്കുറിച്ച് പഠിച്ചപ്പോൾ അതിൽ കാണുന്നത് വഹാബി ആശയത്തെ, വഹാബികൾ നമ്മൾ എന്തിനാണോ എതിർക്കുന്നത് അതേ ആശയങ്ങളാണ് തബ്ലീഗ് ജമാഅത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വിദേഹത്തിലെ കക്ഷികളാണ്, അതുമായിട്ട് സഹകരിക്കാൻ പാടില്ല എന്ന് സമസ്ത പറഞ്ഞപ്പോൾ ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇന്നും ചിലവർക്ക് കഴിയുന്നില്ല, അത് വേറെ കാര്യം. ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവസാനം അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ സമസ്തക്കെതിരെ ഒരു സമാന്തരമുണ്ടാക്കി. ആരാണത് ഉണ്ടാക്കിയതെന്നാ? സമസ്തയുടെ ഈ അഭിപ്രായത്തെ സ്വീകരിക്കാൻ തയ്യാറില്ലാത്തവർ പണ്ഡിതന്മാരായിരുന്നു. ആ കാലഘട്ടത്തിലുള്ള മഹാന്മാരായ പല ഉസ്താദുമാരുടെയും ഉസ്താദുമാരായിരുന്നു അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ അല്ലാഹു തആലാന്റെ ഒരു നിയോഗങ്ങളാണ്. അങ്ങനെ നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. അങ്ങനെ അവസാനം ഒരു അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത സംഘടന
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരായിക്കൊണ്ടുണ്ടാക്കുകയുണ്ടായി. പക്ഷേ അതൊക്കെ പിന്നെ എന്താ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഇന്ന് ആ പേര് പോലും എവിടെയും കാണാനോ കേൾക്കാനോ കഴിയില്ല. അത് തന്നെയാണ്